അപ്പോൾ ഇത് ഒനിക്സ് എന്ന കമ്പനിയുടെ ഒരു ഹോം തിയേറ്ററാണ്. ഹോം തിയേറ്റർ മൾട്ടിമീഡിയ സ്പീക്കർ എന്നൊക്കെ പറയുന്ന പഴയ കാലത്ത് ഇറങ്ങിയിരുന്ന സാധനമാണ്. അതിനകത്ത് USB SD കാർഡ് മാത്രമേ ഉള്ളൂ, ബ്ലൂടൂത്ത് അങ്ങനത്തെ ഒന്നുമില്ല, അത്രയും പഴക്കമുള്ള മോഡലാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും നമുക്ക് കാറുകളിലേക്ക്, ഓട്ടോറിക്ഷകളിലേക്ക്, ജീപ്പുകളിലേക്ക് അങ്ങനെയൊക്കെയാണ് മാറ്റി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ള ഒരു സംശയത്തിലാണ് പലരും. അപ്പോൾ ഈ കോഡ് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ബാറ്ററി കൊടുത്ത ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്തിട്ട് ഒന്നും സംഭവിക്കില്ല, അതിൻ്റെ പ്രൈമറി എത്തി പോകുന്നുള്ളൂ, വേറൊന്നും സംഭവിക്കില്ല. അപ്പോൾ പ്രൈമറി മീൻസ് ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൈമറി എത്തിപ്പോവും, അത്രയും സംഭവിക്കുള്ളൂ. കുറച്ച് നേരം കൊടുത്ത് കഴിയുമ്പോൾ, കാരണം ഹൈ പവർ ബാറ്ററി ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള തെറ്റ് ആയ കാര്യങ്ങൾ ചെയ്യാതെ കറക്റ്റ് ചെയ്യുന്നത് കണ്ടുപഠിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്കോ കൊടുത്തിട്ട് അത് DC ആക്കി മാറ്റുക. ഇത് AC ഇൻ ആണ്, അതിന് പകരം DC ഇൻ ആക്കി മാറ്റുക. ഒരു ബാറ്ററി ലൈൻ പ്ലസ് ആൻഡ് മൈനസ്, ഒരു മെമ്മറി സ്വിച്ചിനുള്ള കണക്ഷനും നമുക്ക് ഔട്ട്പുട്ടായിട്ട്, അതായത് പുറത്തേക്ക് വയറുണ്ടാവും. ആ രീതിയിലാണ് കണക്ഷൻ വരിക ശരിക്കും. അപ്പോൾ അത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ദിവസം പനി പിടിച്ച് ആകെ പ്രശ്നമായി പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാണ്ട് ഞാൻ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് മാത്രം ഇട്ടുകൊണ്ടിരുന്നത്. അത് മിണ്ടാൻ വയ്യായിരുന്നു, ഭയങ്കര ഈ മുക്കടപ്പൊക്കെ ആയിട്ട് സൗണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടുതൽ ആളുകൾക്ക് യൂട്യൂബ് നമ്മളെ വീഡിയോ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ലൈക്ക് മാത്രമാണ്. അപ്പോൾ അത് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇട്ടേക്കുക. എന്നാലേ നമുക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ട പോലെ 2 ലക്ഷത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ 2 ലക്ഷം എത്തുമ്പോൾ ഒരു മോട്ടിവേഷൻ കൂടുതലോ, കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാൻ, നല്ല കണ്ടന്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ആവേശം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഈ മൾട്ടിമീഡിയ സ്പീക്കർ, അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഇതുപോലെ അൺസ്ക്രൂ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ബോർഡ് അഴിക്കുക. നമുക്ക് ആ ബോർഡ് കാണണം, അതിൻ്റെ അകത്ത് പവർ സപ്ലൈ ഏതാണ് എന്നും കാണണം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഇതിൽ എങ്ങനെയാണിത് പവർ സപ്ലൈ കയറണമെന്ന് അറിയണമെങ്കിൽ ഈ ബോർഡ് ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഇതിനകത്തുള്ള സബ് വൂഫറിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടാവും. ഇതിപ്പോൾ 2.1 ആണ്. ഇതിനകത്ത് 2 ഔട്ട്പുട്ടും ഒരു സബ് വൂഫറിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ 2.1 ആയതുകൊണ്ട് ഇങ്ങനത്തെ വണ്ടികളിൽ കയറ്റാൻ നല്ല സൗകര്യമാണ്. ഇതിൽ കേട്ട് ശീലിച്ചവർക്ക് ഇത് ഒഴിവാക്കാൻ മനസ്സ് വരാത്തതുകൊണ്ട് എല്ലാവരും ഇത് വണ്ടികളിലേക്ക് മറ്റൊക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ കണക്ഷൻ ഇവിടെ നിങ്ങൾക്ക് 2 കപ്പാസിറ്റർ കാണാം. അപ്പോൾ ഈ 2 കപ്പാസിറ്റർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ സിംഗിൾ സപ്ലൈ അല്ല, ഡുവൽ സപ്ലൈ ആണ്. ഈ ഡുവൽ സപ്ലൈ ഉണ്ടാക്കുന്നത് ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാണ്. ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 11.6 വോൾട്ട് ഇൻറ്റു 2 1.4 ആംപിയർ എന്ന് കാണാം. ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാർക്കിംഗ് കാണാം. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ നേരെ വിപരീതമായിട്ട് ഇവിടെ കാണാം. ഇതിനകത്ത് യെല്ലോ ആണുള്ളത്. അത് കമ്പനി തന്നെ അങ്ങനെ ഇട്ടുള്ളത് ഒരു രക്ഷയില്ല. ബ്ലൂ എന്ന് എഴുതിയിട്ട് യെല്ലോ ഇട്ടിട്ടുണ്ട്. പക്ഷേ 11.6 വോൾട്ട് ഇൻറ്റു 2 1.4 ആംപിയർ എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ സപ്ലൈ. അപ്പോൾ ഇത് വരുന്നത് AC ഔട്ട്പുട്ട് വരുന്നത് 3 വയറാണ്. ഈ 3 വയർ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ഡുവൽ സപ്ലൈ പ്ലസ് ഗ്രൗണ്ട് മൈനസ് എന്നുള്ള ഒരു വോൾട്ടേജിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇതിൻ്റെ DC സപ്ലൈ ഉണ്ടാവുക. ഇത് ഇത്രയും ഇങ്ങനെ പറയുന്നത് ഇത് അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഇവിടെ ഈ കപ്പാസിറ്റേഴ്സാണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്ന ഈ കപ്പാസിറ്റേഴ്സ്. ഇപ്പോൾ ഈ കപ്പാസിറ്റേഴ്സ് ഇതിൻ്റെ DC ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. DC ആയി ഈ ഡയോഡ് വഴി DC ആയി ഇവിടുന്ന് DC സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്നാണ് ഈ കംപ്ലീറ്റ് സർക്യൂട്ട് റൺ ചെയ്യുന്നത്. 12 വോൾട്ട് ഡുവൽ സപ്ലൈ. ഈ ICകൾക്ക് വേണ്ടത് 12 വോൾട്ട് ഡുവൽ സപ്ലൈ ആണ്. ഇതിനകത്ത് മറ്റ് കൺട്രോൾ സെക്ഷനിന് ചിലയിടത്ത് 5 വോൾട്ട് വേണ്ടി വരും, 8 വോൾട്ട് വേണ്ടി വരും, 9 വോൾട്ട് വേണ്ടി വരും, അങ്ങനെ പല തരത്തിൽ വേണ്ടി വരും. അതും സിംഗിൾ സപ്ലൈ തന്നെ വേണ്ടി വരും. ചിലയിൽ ഡുവൽ സപ്ലൈ തന്നെ ആ പല വോൾട്ടുകളിലും വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ റെഗുലേറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മൾ ഈ വയർ, അതായത് AC ഇൻപുട്ട് വയറിലേക്ക് ബാറ്ററി കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടേക്ക് ഒരു DC to DC കൺവെർട്ടർ ബോർഡ് ഇതേപോലെയുള്ള 12 വോൾട്ട് കൊടുത്താൽ ഡുവൽ സപ്ലൈ ഔട്ട്പുട്ട് കിട്ടുന്ന ബോർഡ്. അത് ഉണ്ടോ, ഇവിടെ 2 കപ്പാസിറ്റേഴ്സ് ഇട്ടൊരു ഇവിടെ ഒരു ഡുവൽ സപ്ലൈ ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ കൊടുക്കുന്നത് 12 വോൾട്ട്, ഇവിടെ 12 വോൾട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ പ്ലസ് ഗ്രൗണ്ട് മൈനസ് എന്നുള്ളത് നമ്മൾ ഈ കപ്പാസിറ്റർ പോയിന്റിൽ കൊടുക്കാം. ഈ ഡയോഡുകൾ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുക. ഒരു സൈഡ് നിങ്ങൾക്കിത് ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുക. ഈ കപ്പാസിറ്റർ പോയിന്റിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഹോം തിയേറ്റർ ഇപ്പോൾ ഇതിൽ ഈ ഒരു സെക്ഷൻ മാത്രമേ സപ്ലൈ ഉള്ളൂ. ഇതുവഴി മാത്രമേ വേറെ കയറുന്നൊന്നുമില്ല. ഇതാണ് ഇവിടെ DC ആക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ 12.012 ഇപ്പോൾ 12 വോൾട്ടാണ് ഇത് ട്രാൻസ്ഫോമർ 11 അപ്പോൾ 12.012 ഒരു ഡുവൽ സപ്ലൈ ഇൻവെർട്ടർ ബോർഡ് എടുത്തിട്ട് അതിൻ്റെ പ്ലസ് ഗ്രൗണ്ട് മൈനസ് എന്നുള്ള കണക്ഷൻ ഇവിടെ കൊടുത്താൽ ഇത് നിങ്ങൾക്ക് വണ്ടിയിൽ ഉപയോഗിക്കാനുള്ള രൂപത്തിലേക്ക് 12 വോൾട്ട് DC ആയി മാറും. AC പിന്നെ ഇത് വർക്ക് ചെയ്യില്ല, ഈ ലൈനിൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ല, കാരണം നമ്മളിവിടെ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഈ ഒരു സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ. പക്ഷേ ചില ഹോം തിയേറ്ററുകളിൽ ഇതൊരു ലൈൻ അല്ല ഉണ്ടാവുക, പല മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഉണ്ടാവും ഒരു ട്രാൻസ്ഫോമറിൽ തന്നെ.
അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ ഒരു സബ് ഊഫർ സെക്ഷന് സെപ്പറേറ്റ് കണക്ഷൻ ഉണ്ടാവും. അതേപോലെ ചാനൽസ് ലെഫ്റ്റ് റൈറ്റ് സറൗണ്ടൊക്കെ ഉള്ള ടൈപ്പ് ആണെങ്കിൽ അതിലേക്ക് സെപ്പറേറ്റ് കണക്ഷൻ ഇതിൽ നിന്ന് വരും. അത് സെപ്പറേറ്റ് ഡുവൽ സപ്ലൈസ് ആയിട്ട് ഈ ഭാഗത്ത് 4 കപ്പാസിറ്റേഴ്സ് അല്ലെ അതിൽ കൂടുതൽ റെക്റ്റിഫയർ റെഗുലേറ്റർ സെക്ഷനുകൾ കാണാം. അങ്ങനെയുള്ളിടത്ത് നിങ്ങൾക്ക് ആ തരത്തിലുള്ള ഈ ഒരു റെഗുലേറ്റർ ഈ ഒരു DC to DC ഇൻവെർട്ടറിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ആ ബോർഡിലേക്ക് കണക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് DC ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വളരെ പ്രയാസമാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ DC to DC ഇൻവെർട്ടർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോർഡ് റൺ ചെയ്യുന്നത് റിസ്ക് ചെയ്യണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സിംഗിൾ ഒറ്റ ഒന്നിൽ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് 12012 ആണ് ഇതിലേക്ക് വേണ്ടെങ്കിൽ 12012ൻ്റെ 12012 DC to DC ഇൻവെർട്ടർ വാങ്ങുക. ഇതിലേക്കുള്ളത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു 24 വോൾട്ടിലാണ് ഈ ട്രാൻസ്ഫോമർ കിടക്കുന്നതെങ്കിൽ 12024 DC to DC ഇൻവെർട്ടർ കൺവേർട്ടർ ബോർഡ് വാങ്ങിയിട്ട് അത് കണക്ട് ചെയ്യുക. ഇതേപോലെ പോയിന്റുകളിൽ ഈ വയർ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നേരെ വന്ന് കയറുന്നത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ കോയിലിലേക്കാണ്. ഫസ്റ്റ് കോയിലിലേക്ക്, പ്രൈമറി കോയിൽ. ഈ കോയിൽ പഴുത്ത് ചൂടായി അത് കട്ടായി പോകുന്നല്ലാണ്ട് ഇതിലേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് നശിച്ചു പോകും, നിങ്ങൾക്ക് കാര്യം നടക്കില്ല. ഇതിപ്പോൾ ഇത് സേഫ് ആക്കി നിർത്താം. പിന്നീട് വേണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്തിട്ട് ഡയോഡ് കണക്ട് ചെയ്തിട്ട് ഈ DC SMPS ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് പോയ പോലെ നിങ്ങൾക്ക് റൂമിലോ മറ്റോ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഈ SMPS ഫുള്ള് കയറ്റി നമ്മളത് വർക്ക് ചെയ്യിക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാം. അതിൽ നിങ്ങൾക്ക് ഓരോ പോയിന്റും എവിടെ എങ്ങനെ കൊടുക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു തരം ഇതുപോലത്തുള്ള ഒരു മൾട്ടിമീഡിയ സ്പീക്കർ ഹോം തിയേറ്റർ സിസ്റ്റം. അപ്പോൾ അത് ഇവിടെ ഉണ്ട്. ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും.